ഒരു വസ്തുവിനെക്കുറിച്ച് അറിവോ അനുഭവമോ ഉണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ ആവശ്യം ഇല്ലല്ലോ. വിശ്വാസം ഉണ്ടെങ്കിൽ അറിവ് ഇല്ലെന്നല്ലേ അർത്ഥം? അങ്ങനെയാണെങ്കിൽ വിശ്വാസിയും അജ്ഞാനിയും തമ്മിൽ എന്താണ് വ്യത്യാസം? വ്യക്തിയുടെ വികാസത്തിന് വിശ്വാസി ആയിരിക്കുന്നതിനേക്കാൾ ജിജ്ഞാസു ആയിരിക്കുന്നതല്ലേ നല്ലത്? തീർച്ചയായിട്ടും 100% ഈ എഴുതിയതിനോട് യോജിക്കുന്നു. അതുകൊണ്ട് വിശ്വാസം വേണ്ട എന്ന് ചിദാനന്ദപുരി സ്വാമി പറഞ്ഞു എന്നാരും പറഞ്ഞേക്കരുത്. വിശ്വാസങ്ങൾ ജീവിതത്തിൽ അനിവാര്യങ്ങളാണ്. നമ്മുടെ ജീവിതം തന്നെ നിലനിൽക്കുന്നത് വിശ്വാസങ്ങളെ കൊണ്ടാണ്. വിശ്വാസം അനിവാര്യമാണ്. എന്താണ് വിശ്വാസം? പ്രമാണത്തിലൂടെ അറിയുന്നതിന് മുമ്പുള്ള അഭ്യൂഹമാണ് വിശ്വാസം. എന്തെങ്കിലും ഒന്നിനെ പ്രമാണത്തിലൂടെ, പ്രമാണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ജ്ഞാനത്തിനാണ് പ്രമാ എന്ന് പറയുക. യഥാർത്ഥ ജ്ഞാനം പ്രമ. അപ്പം യഥാർത്ഥമായ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് പ്രമാണം. ഇതൊരു മൈക്രോഫോൺ ആണെന്ന് ഞാൻ അറിയുന്നു, അല്ലെങ്കിൽ ഇതൊരു കടലാസാണെന്ന് ഞാൻ അറിയുന്നു. ഈ യഥാർത്ഥ ജ്ഞാനം എങ്ങനെ ഉണ്ടായി? പ്രത്യക്ഷ പ്രമാണത്തിലൂടെയാണ്, ഞാൻ കണ്ടിട്ടാണ്. അങ്ങനെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ വഴിക്കുള്ള പ്രത്യക്ഷജ്ഞാനം, അവയുടെ അടിസ്ഥാനത്തിൽ അനുമാനിച്ച് മനസ്സിലാക്കുന്നത് അനുമിതി ജ്ഞാനം, ഇതൊക്കെ ഉണ്ട് നമുക്ക്. പ്രമാണത്തിലൂടെ അറിയുന്നു. പ്രത്യക്ഷത്തിലൂടെയും അനുമാനത്തിലൂടെയും അറിയാൻ കഴിയാത്തതിനെ ശാസ്ത്രങ്ങളിലൂടെ അറിയുന്നു. ഏത് പ്രമാണത്തിലൂടെയോ ആവട്ടെ, പ്രത്യക്ഷമാവട്ടെ, അനുമാനമാകട്ടെ, ശാസ്ത്രമാകട്ടെ, യഥാർത്ഥമായ ജ്ഞാനം നേടിയാൽ അത് നേടിത്തന്നത് പ്രമാണം. പ്രമാണങ്ങളിലൂടെ അറിയുന്നതിന് മുമ്പുള്ള അഭ്യൂഹമാണ് വിശ്വാസം. അതുകൊണ്ട് എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണ്. ദയവ് ചെയ്ത് അന്ധവിശ്വാസം എന്ന് പ്രത്യേകിച്ച് പറയരുത്, പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? വിശ്വാസങ്ങളെല്ലാം അന്ധമാണ്. അന്ധവിശ്വാസമല്ലാത്ത ഒരു വിശ്വാസമില്ല. പലരുടെയും വർത്തമാനങ്ങളിൽ അന്ധവിശ്വാസം കുറച്ച് മോശമെന്നൊക്കെ ഒരു തോന്നലുണ്ട് നമുക്ക്. ആ തോന്നൽ മാറ്റണം. അന്ധവിശ്വാസങ്ങൾ മോശമല്ല. എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണ്. കാരണം അറിയുന്നതിന് മുമ്പുള്ള അഭ്യൂഹമാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമല്ല. ഇത് എൻ്റെ കണ്ണടയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാരെങ്കിലും പറയാറുണ്ടോ? ഇല്ല, അറിയുന്നു. ഇതെൻ്റെ മാലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയുന്നു. ഇതെൻ്റെ വസ്ത്രമാണെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ പ്രമാണത്തിലൂടെ അറിയാണ്, വിശ്വസിക്കുകയല്ല. പ്രമാണത്തിലൂടെ അറിയുന്നതിന് മുമ്പുള്ള അഭ്യൂഹമാണ് വിശ്വാസം. അതുകൊണ്ട് എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. അന്ധമല്ലാത്ത വിശ്വാസം ഇല്ല. ഏതെങ്കിലും ഒന്ന് അന്ധമല്ലാത്ത വിശ്വാസം ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞോളൂ. അങ്ങനെയൊന്നില്ല. എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. നമ്മൾ അന്ധമായി വിശ്വസിച്ചു. പിന്നീട് പ്രമാണ പദ്ധതിയിലൂടെ അറിയാൻ ശ്രമിച്ചു. അറിഞ്ഞപ്പോൾ നേരത്തെ വിശ്വസിച്ചതിനെ ഒന്നുകിൽ കൊള്ളും അല്ലെങ്കിൽ തള്ളും. അത് ശരിയല്ല കേട്ടോ, തള്ളി. അത് ശരിയാണ്, സ്വീകരിച്ചു. സ്വീകരിച്ചപ്പോൾ അത് അറിവായി. തള്ളിയപ്പോഴും അത് അറിവായി. ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. അറിവായി കഴിഞ്ഞാൽ പിന്നെ വിശ്വാസമല്ല, അറിവാണ്. ശരി. അപ്പം എല്ലാ വിശ്വാസങ്ങളും അന്ധമാണെന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയം വരാം. കാരണം മലയാളത്തിൽ അല്ലെങ്കിൽ എല്ലാ ഭാഷകളിലും തന്നെ ഈ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുഴപ്പമാണെന്നാണ് പലരും വിചാരിക്കണത്. ഒരു കുഴപ്പമല്ല. അന്ധവിശ്വാസം അനിവാര്യ. ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ അന്ധവിശ്വാസം കൂടിയേ തീരൂ. എന്താ അഭിപ്രായം?
ആ? ഈ കൂട്ടത്തിൽ ബസ്സിൽ കയറാത്തവർ, ട്രെയിനിൽ കയറാത്തവർ, ഫ്ലൈറ്റ് കയറാത്തവർ, ഏതെങ്കിലും ഒരു പൊതുവാഹനത്തിൽ കയറാത്തവരുണ്ടാവില്ല. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഇന്ന് വരെ ഡ്രൈവർ എടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഒരു ക്വാളിഫൈഡ് ഡ്രൈവറാണോ, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? പറയൂ. ആരെങ്കിലും ഒരു ട്രെയിനിൽ ഓടി കയറുന്നതിന് മുമ്പ് നേരെ മുമ്പിൽ എഞ്ചിൻ്റെ അടുത്ത് പോയിട്ട്, ലോക്കോ പൈലറ്റിൻ്റെ അടുത്ത് പോയിട്ട്, നിങ്ങൾ ക്വാളിഫൈഡ് ലോക്കോ പൈലറ്റ് ആണോ, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളെ ജീവനെ അങ്ങ് വെക്കുക അതിൻ്റെ ഉള്ളിൽ. കാരണം നമ്മൾ ഈ നാട്ടിലെ വ്യവസ്ഥയെ അന്ധമായി വിശ്വസിക്കുന്നു. ഉണ്ടാവും, അത് നോക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അവരത് പരിശോധിച്ചിട്ടായിരിക്കും അദ്ദേഹത്തെ ഈ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ടാവും. നമ്മളങ്ങ് വിശ്വസിക്കുക. ഈ ഇരിക്കുന്ന ആൾക്കാർ എന്തായാലും അത്യാവശ്യം വെയിറ്റുള്ളവർ തന്നെയാണ് എല്ലാവരും. നമ്മളാരും അത്ര മോശക്കാരൊന്നും അല്ല ഭാരതത്തിന്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നതിന് മുമ്പ് ആ കസേരയ്ക്ക് നമ്മുടെ ഭാരം താങ്ങാൻ കെൽപ്പുണ്ടോ എന്ന് ശാസ്ത്രീയ പരിശോധന ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരു വിശ്വാസം, അത്രയേ ഉള്ളൂ. ലക്ഷക്കണക്കിന് ടണ്ണ് വെയിറ്റുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ അടിയിൽ നമ്മൾ ഇരിക്കുക. ഒറ്റ വിശ്വാസം, അന്ധവിശ്വാസമാണ്. ഇതെല്ലാം വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 90 ഡിഗ്രിയിൽ പില്ലറിലൂടെ ഭൂമിയിലേക്ക് താഴ്ത്തിയിട്ടുണ്ടാവും എന്നൊരു വിശ്വാസമാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ വീട്ടിൽ വന്നു, മകൾ ആരോ ആട്ടെ, അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇത്രയും കാലം നിങ്ങളെ ഞാൻ അച്ഛ എന്ന് വിളിച്ചു. ഇന്ന് ഞാൻ സ്കൂളിൽ വെച്ച് ജനറ്റിക്സിൻ്റെ ഭാഗമായിട്ട് DNA സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മേലിൽ ഞാൻ നിങ്ങളെ അച്ഛ എന്ന് വിളിക്കണമെങ്കിൽ DNA പരിശോധന ചെയ്യണം. നിങ്ങൾ പറയാറുണ്ടോ? പറയില്ല. നമ്മൾ അമ്മയെ അന്ധമായി വിശ്വസിക്കുന്നു, അന്ധമായിട്ട്. അന്ധവിശ്വാസങ്ങളുടെ മുകളിലായി ലോകം, ഒരു സംശയവും ഇല്ല. അവിടെ അന്ധവിശ്വാസം വേണം. അന്ധവിശ്വാസം മോശമാണെന്നൊന്നും പറയരുത്. പക്ഷെ പ്രമാണ പരീക്ഷ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ തള്ളാനുള്ള ബുദ്ധി നമുക്ക്, ആർജവം നമുക്ക് വേണം. തെറ്റാന്ന് മനസ്സിലാക്കിയാലും പിടിച്ചുകൊണ്ടിരിക്കരുത്. അതുവരെയുള്ള ഘട്ടത്തിൽ വിശ്വാസം അനിവാര്യമാണ്, അനിവാര്യമാണ്. വിശ്വാസമുണ്ടെങ്കിൽ അറിവ് ഇല്ലെന്നല്ലേ അർത്ഥം. അറിവ് ഉണ്ടാവുന്നതിന് മുമ്പുള്ള ദശയാണ് വിശ്വാസം. അങ്ങനെയാണെങ്കിൽ വിശ്വാസിയും അജ്ഞാനിയും തമ്മിൽ എന്താണ് വ്യത്യാസം? വിശ്വാസമില്ലാത്ത അജ്ഞാനിക്ക് എവിടെയും സ്വസ്ഥത ഉണ്ടാവില്ല. വിശ്വാസമുള്ള അജ്ഞാനിക്ക് സുഖമായി ജീവിക്കാം. എല്ലാം ഭഗവാൻ നോക്കിക്കോളും. വാതിൽ അടച്ചു കുറ്റിയിട്ടിട്ടുണ്ട് കേട്ടാ. വിശ്വാസമുള്ള അജ്ഞാനിയാ. വിശ്വാസമില്ലാത്ത അജ്ഞാനിയോ രാത്രി ഉറങ്ങാൻ പറ്റില്ല, 100 പ്രാവശ്യം പോയി നോക്കേണ്ടി വരും. കുറ്റിയിട്ടിട്ടുണ്ടോ? പോയി കടന്നു, പിന്നെയും സംശയമായി, പിന്നെയും പോയി നോക്കി, വാതിൽ അടച്ചിട്ടുണ്ടോ, പിന്നെയും പോയി നോക്കി, അയാൾക്ക് ഉറക്കണ്ടാവില്ല. വിശ്വാസമുള്ള അജ്ഞാനി സുഖമായിട്ട് ഉറങ്ങും. അല്ലാത്തവർക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇതിൽ വെള്ളത്തിൽ ഇതിൻ്റെ പ്രപ്പോർഷൻസ് ഒക്കെ ശരിയാണ്. ഇതിൽ ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടോ? ആവശ്യത്തിന് മിനറൽസ് ഉണ്ടോ? അല്ല ആവശ്യത്തിൽ കൂടുതൽ ഇതിൽ ദുഷിച്ച ബാക്ടീരിയകളോ മറ്റോ ഉണ്ടോ? സംശയാത്മാവിന് ജീവിക്കാൻ പറ്റില്ല. അന്ധമായി നമ്മൾ വിശ്വസിക്കുക, നമുക്ക് കിട്ടുന്ന വെള്ളമല്ലേ, സുഖമായി കുടിക്കുക, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ വിശ്വാസി സുഖമായി ജീവിക്കും, വിശ്വാസമില്ലാത്ത ആൾ. രണ്ടും അജ്ഞാനികളാണ്, രണ്ടും അജ്ഞാനിയാണ്. വിശ്വാസി അജ്ഞാനി അല്ല എന്ന് പറഞ്ഞേക്കരുത്. പക്ഷെ അജ്ഞാനിയായ വിശ്വാസി, വിശ്വാസിയായ അജ്ഞാനി സുഖമായി ജീവിക്കും. അമ്മയ്ക്ക് കൈക്ക് ആരോഗ്യമുണ്ടോ? ഞാനോ മറ്റോ വീഴുവോ? ഭൂമിയുടെ ആകർഷണ ബലം ഇത്രയില്ലേ? ഒരു സംശയവും കുഞ്ഞിനില്ല. കാരണം അമ്മയുടെ കയ്യിൽ കുഞ്ഞ് സുരക്ഷിതനാണ്, സുരക്ഷിതയാണ്. വിശ്വാസമാണ്. അപ്പൊ വിശ്വാസിയായ അജ്ഞാനി സുഖിയ. അതാ വ്യത്യാസം. വ്യക്തിയുടെ വികാസത്തിന് ജിജ്ഞാസു ആയിരിക്കുന്നതല്ലേ നല്ലത്? തീർച്ചയായിട്ടും വ്യക്തിയുടെ വികാസത്തിന് ജിജ്ഞാസു ആവുകയാണ് വേണ്ടത്. പക്ഷെ വ്യക്തി സുഖമായി ഇരിക്കുന്നതിന് വിശ്വാസിയായാൽ മതി. ശരിക്കും മനസ്സിലാക്കണേ.
കാരണം തെറ്റിദ്ധാരണ വരാവുന്ന ഒരു വിഷയമാണിത്.